എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ നമ്മൾ ഓണവിഭവങ്ങളുടെ സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ വറുത്തപ്പേരി ശർക്കരപ്പേരിയുടെ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. ഇന്ന് നമ്മൾ 3 വിഭവങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് മുളകാപ്പച്ചടി, പിന്നെ ഒന്ന് നെല്ലിക്ക കറി, അതുപോലെ തന്നെ ഇഞ്ചിത്തൈര്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് മുളകാപ്പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് പുളിഞ്ചിക്ക് പകരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് മുളകാപ്പച്ചടി. വളരെ ടേസ്റ്റുമാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വെക്കുകയാണ്. അത് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ മുളകാപ്പച്ചടിയിലേക്ക് ചേർക്കാനുള്ള പൊടികൾ ഉണ്ടാക്കണം. ആദ്യം എടുക്കുന്നത് കടുകാണ്. ഒരു 1.25 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറക്കൊന്നുമില്ല, വറുത്താൽ കായ്ക്കും. പച്ചയ്ക്ക് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ നമുക്ക് ഈ ഒരു അളവിന് വേണ്ടി വരില്ല, അത് കുറച്ച് എക്സ്ട്രാ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് പൊടിക്കാനുള്ളത് എള്ളാണ്. പക്ഷേ എള്ള് പൊടിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കടുക് പച്ചയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ എള്ള് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം എള്ള് എടുത്തിട്ടുണ്ട്. എള്ള് കുറച്ച് കൂടുതൽ വേണം, കടുകിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം. നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും, എന്നിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു 6 പച്ചമുളക് നടുകീറിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവുള്ള മുളകാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ 2 രീതിയിലും കട്ട് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ എല്ലാവരും നടുകീറി ഇടുകയാണ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്, ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളക്, ചീനമുളക് എന്ന് പറയില്ല, അത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നീട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് രണ്ടാമത് പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പുളി നന്നായിട്ട് വെന്ത് വരണം. പുളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. കാരണം ചളിയുള്ള ശർക്കരയായിരുന്നു, അപ്പോൾ അരിച്ചിട്ട് അതിൻ്റെ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ഒരു 3 വലിയ ശർക്കരയുടെ പാനിയാണ് ഉള്ളത്. അപ്പോൾ ചെറിയ ശർക്കരയാണെങ്കിൽ 4 വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ ഇപ്പോൾ പാനിയാക്കണം എന്നില്ല, ഡയറക്റ്റായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. പുളിയും ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നമ്മളുടെ ഗ്രേവി വറ്റി തുടങ്ങി, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. വാങ്ങി വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം ചെറു ചൂടിലാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർക്കുന്നത് എള്ളിൻ്റെ പൊടിയാണ്. അതൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കടുകിൻ്റെ പൊടിയാണ്. അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. രണ്ടും നമുക്ക് നോക്കി അളവ് ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എത്ര നിങ്ങൾക്ക് കട്ടി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് വറുത്തിടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത ശേഷം നമ്മളുടെ മുളകാപ്പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാം. അത് കുറേ ദിവസം കേടുവരാതിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക കറിയാണ്. സാധാരണ ഞങ്ങളുടെ സൈഡിലൊക്കെ ഓണത്തിന് മാങ്ങാക്കറി, വടുവപ്പുളി എന്ന് പറയില്ലേ, അതുപോലെ നെല്ലിക്ക കറി, ഇത് 3ഉം പ്രധാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ വടുവപ്പുളിയൊന്നും അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 വലിയ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക നന്നായി കഴുകിയ ശേഷം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. ആ വെള്ളം നമ്മൾ കളയുന്നില്ല, അതും നമ്മൾ അച്ചാറിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെല്ലിക്കയുടെ കുരുവെല്ലാം മാറ്റണം. നമ്മൾ അച്ചാറിൽ കുരുവൊന്നും ചേർക്കുന്നില്ല, കുരുവെല്ലാം സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. കുരുവൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെങ്കിലും അച്ചാറിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കായം പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തീ ഓഫാക്കിയ ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഈ പൊടികൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നെല്ലിക്ക വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നെല്ലിക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം നമ്മളിതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതൊന്നും കൂടി കുറച്ച് ദിവസം കൂടി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നെല്ലിക്ക എപ്പോഴും അച്ചാറിടുമ്പോൾ പെട്ടെന്ന് അത് പൂപ്പൽ വന്ന് പോവും. അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിത്തൈരാണ്. ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ വളരെ സദ്യയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 1000 കറികൾക്ക് സമാനമെന്നാണ് ഇതിന് പറയുക. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഉപ്പ്, കുറച്ച് തൈര് ഇത്രയും ചേർത്താൽ നമ്മളെ ഇഞ്ചിത്തൈര് റെഡിയായി. ഇത്ര സിമ്പിളാണെങ്കിലും പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ് സദ്യയിലെ ഇഞ്ചിത്തൈര്. അപ്പോൾ എന്തായാലും എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 3 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ഓണ വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്